നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മൾ കേരളം ഇന്നൊരു ദുരന്താവസ്ഥയിലാണ്. മനസാക്ഷിയുള്ള ഏത് മനുഷ്യനെ നടുക്കുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഈ നടുക്കം പലതും നമ്മൾ നിർമ്മിച്ചതല്ലേ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും പറയും ദുരിതാശ്വാസത്തിന്റെ സമയമാണ്. അങ്ങനെ മാത്രമല്ല, ചില കാര്യങ്ങൾ ഓർക്കേണ്ടതിൻ്റെ കൂടി സമയമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വേണം അതിനകത്ത് ചിന്തിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ന്യായീകരണ തൊഴിലാളികൾ ഒരുപാട് ഉണ്ടാകാം. എങ്കിലും ഇതിനകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, എന്തൊക്കെ ചെയ്യണമെന്ന് ശാസ്ത്രീയമായി പഠിക്കും. നമുക്കും ഉണ്ട്, ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രീയതയും ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ കനത്ത ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വകുപ്പുകളും ഒക്കെ നമുക്കുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് ആലോചിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ നിയമസഭയിൽ 2 വർഷം മുമ്പ് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നമ്മുടെ കുണ്ട്ര MLA കൊണ്ടുവന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തായി? തീർച്ചയായിട്ടും നമുക്ക് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഞങ്ങൾ ഈ 2 വാർത്തകളും 2 കുറിപ്പുകളും 2 വീഡിയോകളും എടുത്തു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ യാതൊരു ഉദ്ദേശമില്ല, നന്മ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും കേരളത്തിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, വലിയ ഭീമൻ മുതലാളിമാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പൊലിഞ്ഞ ജീവിതങ്ങൾ വളരെ സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇതിലൊന്നും ഒരു എസ്റ്റേറ്റ് മുതലാളിയോ ഒരു വൻപൻ മുതലാളിയോ ഒന്നും പെടുന്നില്ല എന്നുള്ള ദുരന്തമാണ്. തീർച്ചയായിട്ടും ആ സാധാരണക്കാരോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6400 രൂപ, പവന് 51,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. ഒരു മലയാകെ പൂത്തു നിൽക്കും, അതാണ് പൂത്തമല. നാട്ടുകാരെല്ലാം വിളിച്ചത് പുത്തുമലയായി മാറി. ഇപ്പോഴത് അറിയുന്നത് പ്രകൃതിയുടെ സംഹാര താണ്ഡവമാടിയ പുത്തുമലയെന്നാണ്. മഴയ്ക്കൊപ്പം തോരാ കണ്ണുനീരും പെയ്ത ദുരന്ത ഭൂമിയിൽ ഇന്ന് അവശേഷിക്കുന്നത് കണ്ണീർ ഓർമ്മകൾ മാത്രം. ഒന്നും ഒരിടം കൊണ്ട് അവസാനിച്ചിട്ടില്ലെന്ന് പ്രകൃതി പിന്നെയും പറയുകയാണ്. ഇതാ കവളപ്പാറയിലൂടെ പെട്ടിമുടിയിലൂടെ ചൂരൽമല വരെ അത് എത്തി നിൽക്കുന്നു. എത്ര മനോഹരമായാണ് പ്രകൃതി ചൂരൽമലയിലെ മുണ്ടക്കൈയെ കാത്തു സൂക്ഷിച്ചത്. ആരാണ് ആ പ്രകൃതിയെ ഇഷ്ടപ്പെടാതെ പോയത്? എന്നാൽ ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോൾ കാണുന്നത് ശ്മശാന. മരങ്ങളും മലയും വെള്ളവും കല്ലും പാറയുമെല്ലാം ഒലിച്ചിറങ്ങി മനുഷ്യനെ നിഷ്കരുണം കൊന്നുതള്ളിയ ദ്രൗതരയിൽ നിൽക്കുന്ന പ്രകൃതി എത്രയോ ഉരുൾപൊട്ടലുകളാണ് കേരളീയർ കണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും നഷ്ടപ്പെട്ട ജീവനുകൾക്ക് കണക്കില്ല. ഇനിയും കിട്ടാത്ത എത്രയോ പേരുണ്ട് മണ്ണിനടിയിൽ. ഒരു കൈ, അതിന് മുകളിൽ മരങ്ങൾ, പാറകൾ, ജീവന്റെ തുടുപ്പന്വേഷിച്ചിറങ്ങിയവർക്ക് പോലും കരച്ചിലിളക്കാൻ കഴിയാത്ത അവ. അങ്ങനെയാണ് ഓരോ ഉരുൾപൊട്ടലുകളും അവശേഷിപ്പിക്കുന്ന വലിയ മുറിവുകൾ. എന്നിട്ടും പഠിക്കാത്ത നമ്മൾ വീണ്ടും അടുത്ത ഉരുൾപൊട്ടലിന് വേണ്ടി കാത്തിരിക്കും. 2019 ഓഗസ്റ്റ് 8-നായിരുന്നു നാട് മുഴുവൻ നടുക്കി ആ ദുരന്തമുണ്ടായത്. 2ാം പ്രളയകാലമായി. ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. വാഹനങ്ങൾ കടത്തിവിടാത്ത അവസ്ഥ. ചെറുകുന്നുകളും വലിയ മരങ്ങളും വീണ് വഴികൾ തടസ്സപ്പെട്ടു. പുത്തുമലയിലേക്കുള്ള വഴികളെല്ലാം തകർന്ന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടു. പ്രളയകാലത്ത് കേരളത്തെ കണ്ണീരണിയിച്ച ദുരന്തമായിരുന്നു വയനാട് ജില്ലയിലെ പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ. ഒരുപാട് ജീവനുകളെ മണ്ണിനിടയിൽ താഴ്ത്തിയ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് പോലും മരണത്തിന്റെ തണുപ്പുണ്ട്. ഒരുപിടി മനുഷ്യരുടെ ഉള്ളിൽ പൂത്തുനിന്ന സ്വപ്നങ്ങളും ജീവനുമായിരുന്നു ആ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ച് ഇല്ലാതായത്. ദുരന്തത്തിന് ശേഷം ജീവനുമേൽ മണ്ണുമൂടി ആ പ്രദേശത്ത് പിന്നീട് ഒരുപാട് പേർ പോയെങ്കിലും അവിടെ എങ്ങും നഷ്ടപ്പെട്ടു പോയവരുടെ തേങ്ങലുകൾ കേട്ടില്ല. വീണ്ടും ദുരന്തമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഇന്നുള്ളത്. ഒരു ചാറ്റൽ മഴ പോലും ഭയപ്പെടുത്തുന്നുണ്ട്. ഉറങ്ങാത്ത പുലരാൻ കാത്തിരിക്കുന്നവരുണ്ട്. കൂടും കുടുക്കയുമെല്ലാം വാരിപ്പിടിച്ച് ഓടാൻ തയ്യാറായിരിക്കുന്നവരുമുണ്ട്. അങ്ങനെ കാണുവാനേറെയുണ്ട് ഇന്നും അവിടെ കാഴ്ചകളായി. സമാന കാഴ്ചക്കാലത്ത് സമ്മാനിച്ച് വേദനയോടെ ഓർക്കുന്ന മറ്റിടങ്ങളാണ് കവളപ്പാറയും പെട്ടിമുടിയും. കേരളത്തെ നടുക്കിയ ആ ദുരന്തങ്ങളുടെ 5ാം വാർഷികത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരിക്കുന്നത്. അതും സംഭവിച്ചതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം 2019 ഓഗസ്റ്റ് 8-ന് വൈകിട്ട് തുടങ്ങി
രാത്രിയിലേക്ക് നീണ്ടു പെയ്ത മഴ വയനാട് പുത്തൻമലയിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച് 17 ജീവനുകളാണ് കവർന്നത്. അതേ ദിവസം മലപ്പുറത്ത് കവളപ്പാറയിൽ നഷ്ടമായത് 59 പേരുടെ ജീവനുകളാണ്. കവളപ്പാറയിലെ ദുരന്തത്തിൽ മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ദുരന്ത വാർത്ത പുറത്തെത്താൻ ഏറെ വൈകി. അതുകൊണ്ട് തന്നെ കവളപ്പാറയിൽ ആഘാതം കൂടുതലായിരുന്നു. ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ നിലമ്പൂരിൽ പരിസര പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ടായിരുന്നു. എന്നാൽ ആഗസ്റ്റ് 8 വൈകുന്നേരം പെയ്ത മഴയ്ക്ക് ഭയാനകമായി ശക്തി കൂടുതലായിരുന്നു. സംഹാര താണ്ഡവമാടിയ മഴയോടൊപ്പം കവളപ്പാറയിലെ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞ് ഇറങ്ങുകയായിരുന്നു. 42 വീടുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത്. അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടത് 59 പേരാണ്. വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം തകർന്നപ്പോൾ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞത് 12 മണിക്കൂറോളം വൈകിയായിരുന്നു. 11 പേർ ഇന്നും മണ്ണിനടിയിലാണ്. പുത്തമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നു. എങ്കിലും അതിന്റെ ആഘാതം സമാനമായിരുന്നു. 12 മൃതദേഹങ്ങൾ പുത്തുമലയിൽ നിന്ന് കണ്ടെത്തി. കാണാതായ ആളുകളുടെ എണ്ണം പരിശോധിച്ചപ്പോൾ ഇപ്പോഴും 5 പേർ പുത്തുമലയിലെ മണ്ണിനടിയിലുണ്ട്. പുത്തുമലയിലെ ഈ മണ്ണിന് ഇന്നും മനുഷ്യന്റെ മണമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട കണക്കനുസരിച്ച് പുത്തുമല ഗ്രാമത്തിൽ 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടമാണ് മണ്ണിനടിയിലായത്. കവളപ്പാറയിലെ ആരാധനാലയങ്ങൾ, ക്വാർട്ടേഴ്സുകൾ, വാഹനങ്ങൾ, എസ്റ്റേറ്റ് പാടി, ക്യാൻറ്റീൻ, പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു. ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മകളിൽ നിന്ന് മുക്തരായിട്ടില്ല. 2020 ആഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ പൊലിഞ്ഞത് 7 മനുഷ്യജീവനുകളാണ്. അതിൽ 4 പേർ ഇന്നും കാണാമറയത്താണ്. മൂന്നാറിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള കണ്ണൻദേവൻ കമ്പനിയുടെ ഉടമസ്ഥതയുള്ള പെട്ടിമുടി തേയില എസ്റ്റേറ്റിലേക്ക് 2020 ആഗസ്റ്റ് 6 രാത്രിയാണ് മലവെള്ളം കുത്തിയൊലിച്ച് എത്തി. ഒഴുകിയെത്തിയ ഇരുൾ 4 ലയങ്ങളാണ് തകർത്തത്. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ രാത്രിയിൽ നടന്ന സംഭവം പുറം ലോകം അറിഞ്ഞത് പിറ്റേ ദിവസം പുലർച്ചെ മാത്രമാണ്. പെട്ടിമുടിയിൽ നിന്ന് മാറി മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻദേവൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പുലർച്ചെ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ദുരന്തഭൂമി കണ്ടു വിറങ്ങലിച്ചു പോയ അയാൾ കിലോമീറ്ററുകളോളം തിരികെ നടന്ന് രാജമലയിലെത്തി കണ്ണൻദേവൻ കമ്പനി അധികൃതരെ വിവരം അറിയിച്ചു. കമ്പനി അധികൃതർ അഗ്നിശമന സേനയെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും 22 തൊഴിലാളി കുടുംബങ്ങളെയും അവർ ഒരു ജീവിതകാലം കൊണ്ട് സ്വരുക്കൂട്ടിയ സർവ്വതിനെയും ഇരുൾ തുടച്ചു നീക്കിയിരുന്നു. പെട്ടിമുടിയിലെ പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലായിരുന്നു. ദുരന്ത സ്ഥലത്തു നിന്നും 14 കിലോമീറ്റർ ദൂരത്തു നിന്നും വരെ രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഉരുൾപൊട്ടൽ എങ്ങനെ സംഭവിക്കുന്നു? കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം സ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലത്തിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്ത് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങൾ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തിയായി പുറന്തള്ളപ്പെടും. ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ: ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും, മൺപാളികളുടെ ഭൗതിക മാറ്റങ്ങളും, സസ്യലതാദികളുടെ പരിക്രമണങ്ങളും, ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടലുണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഭൂമികുലുക്കം, മേഘവിസ്ഫോടനം, വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി, മനുഷ്യ ഇടപെടലുകൾ തുടങ്ങിയവയും ഉരുൾപൊട്ടലിന് സ്വാഭാവിക കാരണങ്ങളാണ്. കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ്. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചരിവുകൾ, കൃഷി, മണ്ണ്, പാറ ഖനനം, റോഡ്, കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാകുകയും ചെയ്യുന്നു. സ്വാഭാവിക മരങ്ങൾ മുറിച്ചുമാറ്റുക, ഇടവിള, നാണ്യവിള തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, അമിതഭാരം ഏൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ
വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴുമാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മലഞ്ചരിവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇതോടെ പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു. 72 ഡിഗ്രിയിൽ അധികം ചരിവുള്ള പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. ഉരുൾപൊട്ടൽ നാഭി. ഉരുൾപൊട്ടലിന്റെ ഫലമായി വെള്ളം പുറത്തേക്കൊഴുകുന്ന ഭാഗത്തെ ഉരുൾപൊട്ടൽ നാഭി എന്നാണ് വിളിക്കുക. കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഏതൊക്കെയാണ്? ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ 2010 പഠനപ്രകാരം കേരളത്തിന്റെ 144% മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത്. 5607 ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല. ഇതിൽ നെടുമങ്ങാട്, തിരുവനന്തപുരം, മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, തൊടുപുഴ, ഉടുമണ്ടൻ ചോല, ഇടുക്കി, ചിറ്റൂർ, മണ്ണാർക്കാട്, പാലക്കാട്, നിലമ്പൂർ, ഏറനാട്, മലപ്പുറം, തളിപ്പറമ്പ്, കണ്ണൂർ താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത. പുറമെ 25 താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട്. കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ മലകളിൽ നിന്ന് താഴേക്ക് സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടിൽ നിന്ന് മണ്ണിലേക്കിറങ്ങി സ്വാഭാവിക ഘടനയിലുണ്ടാകുന്ന മാറ്റം, മഴയുടെ ഘടനാമാറ്റം, ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴ ഇത് കേരളത്തിന്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളായി മാറ്റും. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ. ഉരുൾപൊട്ടലിന് മുമ്പ് പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും ചെയ്യുക. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക. ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. വീട് ഒഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങൾ അഭയം തേടുക. കിംവദന്തികൾ പരത്താതിരിക്കുക. ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ. മരങ്ങളുടെ ചുവടെ അഭയം തേടരുത്. പ്രഥമ ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യുക. വയോധികർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഗ്യാസ് അടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക. ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ വീട്ടിനകത്താണെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടിലിന്റെയോ കീഴെ അഭയം തേടുക. ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരിക്കേൽക്കാത്ത വിധം സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഉരുൾപൊട്ടലിന് ശേഷം പാലിക്കേണ്ട കാര്യങ്ങൾ. ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതിരിക്കുക. ഉരുൾപൊട്ടൽ പ്രദേശത്തിന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കരുത്. ഉരുൾപൊട്ടലിന് ശേഷം പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി ലൈനുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത്. ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി പോകാനുള്ള സാഹചര്യം ഒരുക്കുക. കെട്ടിടാവശിഷ്ടങ്ങൾ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലയിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഇനിയും കേരളത്തിൽ പുത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയും ചൂരൽമലയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് ശാസ്ത്രീയമായ നടപടികളിലേക്ക്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. നാളെ ഓഗസ്റ്റ് 1 ഇന്റർനാഷണൽ ചൈൽഡ് ഫ്രീ ഡേ.
നാളെ കുട്ടികളില്ലാത്തവരുടെ അന്താരാഷ്ട്ര ദിനമാണ്. ഒപ്പം വേൾഡ് വൈഡ് വെബ് ദിനം, ദേശീയ അൽപ്പാക്ക ദിനം, കൗമാരപ്രായക്കാരുടെ ദിനം, ലോക മുലയൂട്ടൽ വാരാരംഭ ദിനം, ലോക സ്കൗട്ട് സ്കാർഫ് ദിനം, ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ച ദിനം, ബ്രിട്ടീഷ് പട്ടാളത്തിൽ ലഫ്റ്റനന്റായിരുന്ന റോബർട്ട് ബേഡൽ പൗരൽ ബ്രൗൺസീ ദ്വീപിൽ വെച്ച് സ്കൗട്ട് രൂപവൽക്കരിച്ച ദിനം, മഹാത്മാഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച ദിനം, ലോകമാന്യ തിലകൻ ചരമദിനം, ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും നിലയിൽ വന്ന ദിവസം, ഇന്ത്യയിൽ വിമാന സർവീസുകൾ ദേശസാൽക്കരിച്ച ദിവസം, ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലെ അവസാന ദിവസം എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ ഉള്ള ദിവസമാണ് നാളെ ഓഗസ്റ്റ് 1. നമുക്ക് ആദ്യമായി ഇന്റർനാഷണൽ ചൈൽഡ് ഫ്രീ ഡേയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. 1972 എലൻ വിക്കും ഷേർലി റാഡലും ചേർന്ന് മാതാപിതാക്കൾ അല്ലാത്തവർക്കുള്ള ദേശീയ സംഘടനയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ചൈൽഡ് ഫ്രീ ദിനം ആരംഭിച്ചതായാണ് ഈ ദിവസം. അതിനുശേഷം വിജയികൾ ന്യൂയോർക്കിലെ 5 അവന്യൂവിലൂടെ പ്രകടനം നടത്തിക്കൊണ്ട് അവർ ആണും പെണ്ണും അല്ലാത്ത ഒരു പുരുഷനെയും സ്ത്രീയെയും തിരഞ്ഞെടുത്തു. 40 വർഷത്തിനു ശേഷം ഈ സംഭവത്തിന്റെ ബഹുമാനാർത്ഥം അന്താരാഷ്ട്ര ചൈൽഡ് ഫ്രീ ദിനം സ്ഥാപിച്ചു. കുട്ടികൾ ഉണ്ടാകരുതെന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ആളുകളെ ആഘോഷിക്കുക എന്ന ആശയമാണ് ഈ ദിനാചരണത്തിന് അടിസ്ഥാനം. ഈ ദിവസം ശിശുരഹിത ജീവിതം നയിക്കാൻ മനസ്സോടെ തിരഞ്ഞെടുക്കുന്നവരെ നിങ്ങളുടെ പിന്തുണയും ബഹുമാനവും അറിയിക്കുക. കുട്ടികളെ വളർത്തുന്നത് പ്രതിഫലദായകമായ ഒരു ജീവിതമാണ്. പ്രായപൂർത്തിയാകുമ്പോൾ മിക്കവരും വിവാഹിതരാകുന്നു. എന്നാൽ ചിലർ കുട്ടികളില്ലാതെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. നോൺ പാരന്റ്സ് ഡേ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രത്യേക ദിവസം കുട്ടികൾ ഉണ്ടാകുന്നത് ഒരു തിരഞ്ഞെടുപ്പായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്കുള്ള ആഖ്യാന രീതി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ 1972 നാഷണൽ ഓർഗനൈസേഷൻ ഫോർ നോൺ പാരന്റ്സ് ആരംഭിച്ചു. നാണുറംഗ സംഘം പരസ്പരം പിന്തുണയ്ക്കാനും കുട്ടികളില്ലാത്തതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിച്ചു. 1980കളിൽ അവരുടെ പേര് നാഷണൽ അലയൻസ് ഫോർ ഓപ്ഷണൽ പാരന്റ്ഹുഡ് എന്നാക്കി. എഴുത്തുകാരിയായ ലോറ കരോൾ 2013 ഈ ദിനത്തെ പുനരുജ്ജീവിപ്പിച്ചു. കുട്ടികൾ ഉണ്ടാകരുതെന്ന് തീരുമാനിക്കുന്ന ആളുകൾ പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും പരിഹാസത്തിന് വിധേയരാകുന്നു. അത്ഭുതകരമായ ശിശുരഹിതമായ ആളുകളെയും അവരുടെ ജീവിതത്തെയും തിരിച്ചറിയുന്നതിനും ഇന്നത്തെ സമൂഹത്തിൽ ശിശുരഹിത തിരഞ്ഞെടുപ്പിന്റെ സ്വീകാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒരു മാർഗമായി ഈ ദിനം വീണ്ടും ആഘോഷിക്കപ്പെടേണ്ട സമയമാണിതെന്ന് കരോളിന് തോന്നി. അതിനുശേഷം ചൈൽഡ് ഫ്രീ വുമൺ, മാൻ ഓഫ് ദി ഇയർ വിജയികളെ ആദരിക്കാൻ കരോൾ പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങി. ലോകമെമ്പാടുമുള്ള കുട്ടികളില്ലാത്ത മുതിർന്നവർക്കുള്ള ഒരു സുപ്രധാന പിന്തുണാ സംവിധാനമായി സംഘടന ഉയരുന്നു. അതിന്നും തുടരുകയും ചെയ്യുന്നു. നാളെ മറ്റൊരു പ്രധാന ദിവസം കൂടിയാണ് വേൾഡ് വൈഡ് വെബ് ദിനം. വേൾഡ് വൈഡ് വെബിന്റെ പ്രാധാന്യം ഇന്ന് നിഷേധിക്കാനാവില്ല. മിക്ക ആളുകളും വിവരങ്ങൾ കണ്ടെത്തുന്നതിനും എല്ലാ ദിവസവും ഓൺലൈനിൽ ജോലികൾ ചെയ്യുന്നതിനും വേൾഡ് വൈഡ് വെബിനെ ആശ്രയിക്കുന്നു. പല ജോലികളും ഇന്ന് ഓൺലൈനിൽ മാത്രമാണ്. വേൾഡ് വൈഡ് വെബ് മുൻപ് നേടാനാകാത്ത നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ മറുവശത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇടപഴകുന്നതും ഏത് വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതും ഇതുവഴിയാണ്. ഉദാഹരണത്തിന് വേൾഡ് വൈഡ് വെബിൽ പോസ്റ്റ് ചെയ്ത ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് നോക്കാം. ഇത് 1992 ബെർണേഴ്സ് ലീ അപ്ലോഡ് ചെയ്തതാണ്. CERNSE ജീവനക്കാർ സ്ഥാപിച്ച പാരഡി പോപ്പ് ബാൻഡായ ലെസ് ഹോറിബിൾസ് സെനറ്റിന്റെ ഫോട്ടോയായിരുന്നു അത്. സർഫിംഗ് ദ നെറ്റ് എന്ന പദവും നിങ്ങൾ ധാരാളം ഉപയോഗിച്ചിരിക്കാം. ജീൻ ആർമർ പോളി എന്ന ലൈബ്രറിയനാണ് ഇത് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പദം സൃഷ്ടിച്ചതിന്റെ ബഹുമതി അവൾക്കാണ്. 1992 മാർച്ചിൽ സർഫിംഗ് ദ ഇന്റർനെറ്റ് എന്ന പേരിൽ അവർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ അനന്തരഫലമായിരുന്നു ഇത്. ഈ ലേഖനം മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ വിൽസൺ ലൈബ്രറി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചു. വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത മറ്റു ചില വസ്തുതകൾ ഇതാ. ഒരു വെബ് സെർവറായി സർ ടി ബെർണേഴ്സ് ലീ ആദ്യമായി ഉപയോഗിച്ച കമ്പ്യൂട്ടർ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു. വേൾഡ് വൈഡ് വെബ് എന്ന ആദ്യത്തെ വെബ് ബ്രൗസർ എഴുതാനും ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. വേൾഡ് വൈഡ് വെബ് ആർക്കും സൗജന്യമായിരിക്കുമെന്ന് 1993 പ്രഖ്യാപിക്കപ്പെട്ടു. 1993 മൊസൈക് വെബ് ബ്രൗസറിന്റെ ലോഞ്ച് വേൾഡ് വൈഡ് വെബിന്റെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. വേൾഡ് വൈഡ് വെബിനെ ജനകീയമാക്കിയതിന്റെ ബഹുമതിയാണിത്. ആദ്യത്തെ ജനപ്രിയ സെർച്ച് എഞ്ചിൻ യാഹൂ, തിരയുക, ആർച്ചി ഇത്തരത്തിലുള്ള ആദ്യത്തെ ആളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. FTP ആർക്കൈവ് ഇൻഡെക്സിനായുള്ള ആദ്യ ടൂളായിരുന്നു ഇത്. പ്രത്യേക ഫയലുകൾ കണ്ടെത്താൻ ഇത് ആളുകളെ പ്രാപ്തരാക്കിയിരുന്നു. നാളെ മറ്റൊരു ദിനം കൂടിയുണ്ട്, ദേശീയ അൽപ്പക്ക ദിനം. അൽപ്പാക്കസ് വളരെ കാലമായി കൃഷിയുടെ ഭാഗമായ ഭംഗിയുള്ള മൃഗങ്ങളാണ്.
ഈ മനോഹരമായ ജീവികൾക്ക് അതുല്യമായ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ചുറ്റുപാടുകളോട് വളരെ സെൻസിറ്റീവാണ്, സ്വഭാവത്തിൽ ശാന്തവുമാണ്. അതുകൊണ്ടാണ് ഈ മനോഹരമായ മൃഗങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു അവധിക്കാലം അതിനെ ദേശീയ അൽപ്പാക്ക ദിനമെന്ന് വിളിക്കുന്നതും. തെക്കേ അമേരിക്കയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അൽപ്പാക്ക ഒട്ടക കുടുംബത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഏഷ്യൻ ഹംബർഡ് ഒട്ടകവും ഉൾപ്പെടുന്നു. ഈ മനോഹരമായ ജീവികൾ 9000 വർഷത്തിലേറെയായി വളർത്തിയെടുത്തിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി ആൻഡീസിലെ ജനങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ്. അൽപ്പാക്കങ്ങൾ യഥാർത്ഥത്തിൽ ഫാമിന് ചുറ്റുമായി ഉണ്ടായിരിക്കാൻ മികച്ച മൃഗങ്ങളാണ്. കാരണം അവയുടെ മൃദുവായതും തണ്ടുകളുള്ളതുമായ പാദങ്ങൾ മേച്ചിൽപ്പുറത്തോട് ദയയുള്ളതിനാൽ സസ്യങ്ങൾ കേടുപാടുകൾ കൂടാതെ തഴച്ചു വളരുന്നു. അവയ്ക്ക് യഥാർത്ഥത്തിൽ മുകളിലെ മുൻപല്ലുകൾ ഇല്ലാത്തതിനാൽ അവയുടെ മേച്ചിൽ രീതി വളരെ സൗമ്യമാണ്. ഈ മൃഗങ്ങൾ വളരെ വ്യക്തിപരമാണ്. മിക്കവരും സ്വന്തം പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാൻ മിടുക്കരാണ്. 2014 അൽപ്പാക്ക ഉടമകളുടെ അസോസിയേഷൻ ഈ സ്പെഷ്യൽ സ്ഥാപിച്ചത് അൽപ്പാക്കകൾ എത്രത്തോളം സ്നേഹമുള്ളവരും മൃദുലവുമാണെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് അവ എങ്ങനെ സംഭാവന ചെയ്യുമെന്നും ആളുകളെ ബോധവൽക്കരിക്കാനാണ്. അൽപ്പാക്ക ഓണേഴ്സ് ആൻഡ് ബ്രിഗേഡ് അസോസിയേഷൻ ഇൻകോർപ്പറേറ്റും അൽപ്പാക്ക രജിസ്ട്രേഷൻ ഇൻകോർപ്പും തമ്മിലുള്ള ലയനമായി അതേ വർഷം തന്നെ AOA ആരംഭിച്ചത്. ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ 2021 നവംബർ 10 കേരള നിയമസഭയിൽ കുണ്ടറ MLA PC വിഷ്ണുനാഥ് അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായും ആ ഓർമ്മപ്പെടുത്തൽ ഇത്തരണത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നു. ആ ഓർമ്മപ്പെടുത്തലിലേക്ക് ശ്രീ PC വിഷ്ണുനാഥ്. സർ, 2019 സെപ്റ്റംബറിൽ UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ വെച്ച് ഗ്രെറ്റ തെൻബർഗ് എന്ന 16 വയസ്സുള്ള പെൺകുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹൗ ഡെയർ യു എന്നായിരുന്നു. ആ ചോദ്യം തീരുമാനങ്ങളെടുക്കാൻ അവകാശവും അവസരവും ബാധ്യതയും ഉണ്ടായിരുന്ന മുതിർന്ന തലമുറയോടുള്ള ചോദ്യമായിരുന്നു. ഈ സഭയിലുള്ള നമ്മളോടെല്ലാവരോടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ വളരുന്ന തലമുറ വൈകാതെ ചോദിക്കാൻ ഇടയുള്ള ചോദ്യമാണ് ഹൗ ഡെയർ യു. ആത്മവിമർശനത്തിന്റെ അടരുകൂടി ചേർത്ത് അതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. സർ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്നാൽ ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്ന അവസാനത്തെ പ്രമേയമാകും ഇതെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വരുന്ന വർഷങ്ങളിൽ നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിൽ അത് സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സാമൂഹ്യക്ഷേമമായി ബന്ധപ്പെട്ടതാണെങ്കിലും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തലത്തെ കൂടെ പരിഗണിച്ച് മാത്രമേ നമുക്ക് ഈ സഭയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ആ റിപ്പോർട്ട്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് കേരളത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. 70 വർഷത്തിനുള്ളിൽ സമുദ്രനിരപ്പിൽ വലിയ ഉയർച്ചയാണ് നമ്മുടെ തീരങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ 374 സ്ക്വയർ കിലോമീറ്റർ തീരഭൂമി സമുദ്രത്തിനടിയിലാകും എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തീരശോഷണത്തിന് പുറമെ ഉപ്പുവെള്ളം കയറുകയാണ്, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കുട്ടനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ പലായനം ചെയ്യുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള പലായനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഈ നൂറ്റാണ്ടിനൊടുവിൽ സമുദ്രത്തിന് അടിയിലാകുമെന്ന് നാസ കരുതുന്ന 12 നഗരങ്ങളിലൊന്ന് നമ്മുടെ കൊച്ചിയാണ് എന്നുള്ളതാണ് അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യം. സാറ്, IPCC റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അത് സംഭവിച്ചു തുടങ്ങിയ വലിയ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ദിശാസൂചികയാണ്. സാർ, 2018 മുതൽ നാം അത് കണ്ടു തുടങ്ങിയതാണ്. ഓഖി, ഒന്നാം പ്രളയം, രണ്ടാം പ്രളയം, മേഘവിസ്ഫോടനം, ചക്രവാത ചുഴി, ഇങ്ങനെ അവഗണിക്കാൻ സാധിക്കാത്ത അനുപാതത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സാർ, ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്തിടെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച മഴമുനയിൽ കേരളം ഇത്തരം ആശങ്കകളുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് വന്ന അപകടങ്ങളോടുള്ള നയപരമായ നമ്മുടെ പ്രതികരണം
വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ ലഘൂകരിക്കാനും അതിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള മുൻഗണന തീരുമാനിക്കുന്നതുമാണ്. സാറേ, 2014 ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് SAPCC സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആദ്യമായി ഉണ്ടാക്കുന്നത്. സാർ, അതിനുശേഷം ഗവൺമെന്റ് മാറി 2017 ഒന്നാം പിണറായി സർക്കാർ SAPCC അത് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചു. സാർ, 2018 അതിന്റെ കരട് റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കപ്പെട്ടു. സാർ, ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ആക്ഷൻ പ്ലാൻ ആണ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആ SAPCCയുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് 2018 സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടും ഇതുവരെ അത് അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ഞാൻ ഈ സഭയുടെ മുൻപാകെ വെക്കുകയാണ്. സാർ, ഈ SAPCCയുടെ ഭാഗമായിട്ട് നമ്മൾ കോട്ടയത്ത് അന്ന് പരിസ്ഥിതി വകുപ്പിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൂടി നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് സ്റ്റഡീസ് കോട്ടയത്ത് സ്ഥാപിച്ചു. സാർ, ആ സ്ഥാപനം സ്ഥാപിച്ച് അല്പം കഴിയുന്നതിന് മുമ്പ് ഇലക്ഷൻ വന്നു, പുതിയ ഗവൺമെന്റ് വന്നു. സാർ, ഇപ്പോ ആ സ്ഥാപനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സാർ, നാഥൻ ഇല്ലാത്ത അവസ്ഥയാണ്. സാർ, ഈ ഗവൺമെന്റ് തന്നെ 12 പോസ്റ്റുകൾ സയന്റിസ്റ്റുകളുടെ അടക്കം ഈ സർക്കാർ അപ്രൂവ് ചെയ്തതാണ്. സാർ, അതിൽ ഒരു ശാസ്ത്രജ്ഞനെ പോലും നിയമിച്ചിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങളെ നിരീക്ഷിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരു ശാസ്ത്രജ്ഞനെ പോലും നിയമിച്ചിട്ടില്ല. സാർ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരു AO ആണ് അവിടെയുള്ളത്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മൊത്തം പ്രത്യാഘാതം നേരിടേണ്ടത് ഈ ഡെപ്യൂട്ടേഷൻ AOയുടെ ഉത്തരവാദിത്വമാണ്. സാർ, അദ്ദേഹമാണ് ഇത് നേരിടേണ്ടത്. സാർ, അതുകൊണ്ട് ഈ SAPCC അടിയന്തരമായി അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തെ അങ്ങ് ഇപ്പോൾ മറുപടിയിൽ പറഞ്ഞ രൂപത്തിൽ പുതിയ പശ്ചാത്തലത്തിൽ ശക്തിപ്പെടുത്താനും അവിടെ ശാസ്ത്രജ്ഞന്മാരെ നിയമിക്കുന്നതിനുമുള്ള അടിയന്തരമായ നടപടി കൈക്കൊള്ളണം. സാർ, 18-19 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഒരു ഇന്റർ ഡിസിപ്ലിനറി സമിതിയെ നിയോഗിച്ചു. സാർ, ആ സമിതിയുടെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. സാർ, ആ സമിതി 3 മാസത്തിനുള്ളിൽ ഡിസംബർ മാസത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. സാർ, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. സാർ, അതില് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു എല്ലാം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് the government of Kerala should constitute a committee to conduct in-depth studies and develop guidelines for best practices for allowing mining activities near topographic hollows. A code book may be developed and strong regulatory system may be enforced. Sir, എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? While constructing village roads in high sloping areas, care should be taken to ensure the free flow of streams across the roads by providing culverts. Sir, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? സാർ, അതിനെ സംബന്ധിച്ച് കോഡ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? സാർ, ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് വരുന്ന സമയത്ത് ജലത്തിന് തടസ്സമില്ലാതെ ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യണം. സാർ, നമ്മുടെ ഒരു പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരൊറ്റ എഞ്ചിനീയറിംഗേ ഉള്ളൂ. ആ ഒറ്റ എഞ്ചിനീയറിംഗ് ആണ് എല്ലാ റോഡ് കൺസ്ട്രക്ഷനും. ആ ഒറ്റ എഞ്ചിനീയറിംഗിലാണ് എല്ലാ റോഡ് നിർമ്മിക്കുന്നത് കേരളത്തിൽ. അപ്പൊ പാരിസ്ഥിതികമായ പരിഗണനകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഞ്ചിനീയറിംഗ് നമുക്കുണ്ടാകണമെന്ന് ഈ 18 സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരം പരിഗണനകൾ ഒന്നും തന്നെ കേരളം സ്വീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം തടസ്സപ്പെട്ട് ഒരുപാട് ചെറു പ്രളയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചെറു പ്രളയങ്ങൾക്ക് ഒരുപാട് ഇരകളും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിനെ കാണാതെ പോകാൻ കഴിയില്ല. സാർ, അതിൽ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യം പറഞ്ഞു. The current practice is that only the critical and high hazard areas, these areas are susceptible to high casualties during a landslide event. Therefore, an estimate of the runout distance needs to be assessed based on slope and overburden volume in high hazard zones so as to regulate settlements at the downstream of the slopes. Sir, ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ കുട്ടികൾ ദുരന്തം ഒഴിവാക്കായിരുന്നു. സാർ, ദുരന്തം മീൻസ് ആളപായം ഒഴിവാക്കാമായിരുന്നു. പെട്ടിമുടിയിലെ ആളപായം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഉരുൾപൊട്ടലുണ്ടാകും, പക്ഷെ ആളപായം ഉണ്ടാക്കാൻ
ഗവൺമെന്റിന്റെ കയ്യിൽ 2 കൊല്ലം മുമ്പ് കിട്ടിയ പൊടിയടിച്ച് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഈ റിപ്പോർട്ട് പരിശോധിച്ച് പരിഗണിച്ച് നടപടിയെടുത്തിരുന്നെങ്കിൽ വെട്ടിമുടിയിലെയും കുട്ടിക്കലിലെയും ആളപകടങ്ങളെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സാർ. സാർ, അതിൽ പറഞ്ഞിട്ടുണ്ട് ഹസാർഡ് സൊണേഷൻ മാപ്സ് ഉണ്ടാക്കണം. 1:50,000 സ്കെയിലിൽ ഉണ്ടാക്കിയിട്ടില്ല സാർ. ഫ്ലഡ് റിസ്ക് മാപ്പ് ഉണ്ടാക്കിയിട്ടില്ല സാർ. ഫ്ലഡ് ഇനണ്ടേഷൻ മാപ്പ് 1:4,000 സ്കെയിലിൽ ഉണ്ടാക്കിയിട്ടില്ല സാർ. ഇത് 2019 കിട്ടിയ റിപ്പോർട്ടാണ് സാർ. ഈ റിപ്പോർട്ടിന്മേൽ പറയപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇത്രയും പാരിസ്ഥിതിക ആഘാതങ്ങളെ നേരിടുന്ന ഒരു സംസ്ഥാനം പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് സാർ ഈ അടിയന്തര പ്രമേയം ഈ രൂപത്തിൽ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. സാർ, അനാസ്ഥകൾ തീരുന്നില്ല. ഇപ്പൊ ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 3 ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം. ഇപ്പോൾ ഒരു മെമ്പർ സെക്രട്ടറി അല്ലാതെ ശാസ്ത്രജ്ഞന്മാരില്ല. സാർ, കേരളത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങളുണ്ട്. കേരളത്തിലുള്ള ഏറ്റവും വലിയ ദുരന്തം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയെ പോലെ ഒരു ദുരന്തം ആ കാഠിന്യത്തിൽ കേരളത്തിലില്ല സാർ. സാർ, അതുപോലെ തന്നെ നമ്മുടെ തണ്ണീർത്തട അതോറിറ്റിയുടെ കാലാവധി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണം. പരിസ്ഥിതി ആഘാത നിർണയ സമിതി പുനഃസംഘടിപ്പിക്കണം. ഈ വകുപ്പ് അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വർഷത്തിനിടയിൽ 6 ഡയറക്ടർമാരാണ് വന്നുപോയത്. സാർ, ഈ ഒറ്റ വർഷം 6 ഡയറക്ടർമാര്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ ആർക്കെങ്കിലും സമയം കിട്ടിക്കാണോ? ഒരാൾ വന്ന് എത്ര മാസം കിട്ടും? അതും ഒരുപാട് ചാർജിന്റെ ഇടയിൽ ഇപ്പോഴാണ് ഒരു പെർമനന്റ് സംവിധാനത്തിലേക്ക് വരുന്നത്. സാർ, അതുകൊണ്ട് കേരളം ഏറ്റവും ഗുരുതരമായി കാണുന്ന ഒരു പ്രശ്നത്തെ ആ ഗൗരവത്തിൽ ഗവൺമെന്റ് സമീപിക്കണം. സാർ, നമുക്കറിയാം ഇത്രയൊന്നും പരിസ്ഥിതി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാലത്താണ് ബഹുമാന്യായ ശ്രീമതി ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്, കേരളത്തിന്റെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഇടപെടലുകൾ നടത്തിയത്. എന്നാൽ ഇപ്പോഴതാണോ സ്ഥിതി? ഇന്ന് IPCC പറയുന്ന ലോകത്തിന് നൽകുന്ന വാണിംഗ് അത് ദുരന്തമായി അനുഭവിക്കുന്ന ഒരു ജനസമൂഹമായി കേരള സമൂഹം മാറിക്കഴിഞ്ഞു സാർ. സാർ, അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അങ്ങിപ്പോ മറുപടിയിൽ പറഞ്ഞു നവകേരളം. 2018 പ്രളയത്തിന് ശേഷവും അങ്ങ് പറഞ്ഞതാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. സാർ, ഞാൻ 1 മിനിറ്റ് കൊണ്ട് നിർത്താം. സൃഷ്ടിക്കാൻ പോകുന്നത് ഒരു നവകേരളമാണ്. കേരളത്തിന്റെ പുനർനിർമ്മാണമല്ല, ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. പക്ഷേ സാർ, അങ്ങയുടെ ഗവൺമെന്റിന്റെ സമീപകാല പദ്ധതികളെ പരിശോധിച്ചാൽ നവകേരളമല്ല സാർ, അങ്ങേയറ്റം പാരിസ്ഥിതിക വിനാശമുണ്ടാക്കുന്ന കേരയിൽ പോലെയുള്ള വിനാശകരമായ പദ്ധതികളാണ് ഇത്രയും ഇക്കോളജിക്കലി സെൻസിറ്റീവായ വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്തിൽ ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളുടെ മുകളിൽ. തീരദേശത്തെ 10 ജില്ലകൾ ആശങ്കയിലാണ്. 4 ജില്ലകൾ പശ്ചിമഘട്ടത്തിന്റെ ഈ പാരിസ്ഥിതികമായ ആഘാതങ്ങളുടെ ഭീഷണിയിലും ഭയത്തിലുമാണ്. സർ, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അടിയന്തരമായി സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇനിയും പാരിസ്ഥിതിക്ക് വിനാശകരമായ പദ്ധതികൾ ഉണ്ടാവില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ അടിയന്തര സാഹചര്യത്തെ, ഈ അടിയന്തര സന്ദർഭത്തെ, ഈ അടിയന്തരമായ ആശങ്കകളെ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. കായലുകളും കാനാലുകളും മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിലെ കായലുകൾ, കനാലുകൾ, തോടുകൾ എന്നിവ മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ജില്ലയിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ അവലോകനം ചെയ്യാൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കായിരുന്നു അദ്ദേഹം. 2025 മാർച്ച് 30 സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനാൽ തന്നെ ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. പുതിയ സ്പിൽ ഓവർ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് ഊന്നൽ നൽകേണ്ടത്. തോടുകളിൽ നിന്നും കാനകളിൽ നിന്നും പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്യണം. ആനന്ദ ടൂറിസം സാധ്യതകളുള്ള അഷ്ടമുടി കായൽ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സുസ്ഥിര പ്രവർത്തനമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമെന്നും മണ്ണും ജലവും വായുവും മലിനമാകാതെ വരും തലമുറ കൈമാറാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കേണ്ട പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, കില ജില്ലാ കോർഡിനേറ്റർ പി അനിൽകുമാർ, LSD ജോയിന്റ് ഡയറക്ടർ സജു, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ?
ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. നാലു വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾ കാണാൻ ഒരു പ്രത്യേക മനോഹാരിതയാണ്. എന്തായിരിക്കാം സമുദ്രത്തിൽ ദ്വീപുകൾ ഉണ്ടാകുന്നത്? അങ്ങനെ ഉണ്ടാകുന്ന ദ്വീപുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചാലോ. സമുദ്രത്തിൽ ദ്വീപുകൾ ഉണ്ടാകുന്നത് ആഗ്നേയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. യഥാർത്ഥത്തിൽ അവ സുഷുപ്തിയിലുള്ള അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ്. രണ്ടു തരത്തിൽ ആഗ്നേയ ദ്വീപുകൾ ഉണ്ടാകുന്നതായി കണക്കാക്കാം. പ്ലേറ്റുകളുടെ നിർമ്മാണാതിരുകളായ സമുദ്ര മധ്യവരമ്പുകൾക്ക് സമീപമുള്ളവയാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ തരം ദ്വീപുകൾ സമുദ്ര തലമാന്റിക്കിലെ താപബിന്ദുക്കളുടെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നവയാണ്. സമുദ്ര മധ്യവരമ്പുകളുടെ നടുവിലുള്ള വിള്ളലുകൾ കൂടി ഉരുകിയ മാഗ്മ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണയായി ഇത് മന്ദഗതിയിലാണ് നടക്കുന്നത്. ചിലപ്പോൾ ശക്തമായി അഗ്നിപർവ്വത സ്ഫോടനം പോലെയും സംഭവിക്കും. സമുദ്രത്തിനടിയിൽ നടക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനം തന്നെയാണിത്. ഇവയിൽ ചിലത് വളർന്ന് സമുദ്രനിരപ്പിന്റെ മുകളിലെത്തും. പിന്നീട് ആഗ്നേയ പ്രവർത്തനം ശമിക്കുമ്പോൾ അതൊരു ദ്വീപായി. 1963 നവംബർ 14 ഐസ്ലാൻഡിന് സമീപം സമുദ്രത്തിലൊരു ദ്വീപ് ജനിക്കുന്നത് കാണുവാൻ പലർക്കും സാധിച്ചു. അന്ന് രാവിലെ സമുദ്രത്തിൽ നിന്ന് പുകയും നീരാവിയും ഉയർന്നു വന്നു. നീരാവി തണുത്ത് 3600 മീറ്റർ ഉയരത്തിൽ മേഘങ്ങളായി മാറി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞു. അവിടെ ചെറിയൊരു ദ്വീപുണ്ടായി. ഇതാണ് സട്സീബ്. സട്സേ എന്നാൽ നോർസ് ഭാഷയിൽ തീയിന്റെ ദൈവമെന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക്കിലെ മധ്യവരമ്പ് ഐസ്ലാൻഡിൽ കരയിലേക്ക് കയറിപ്പോകുന്നത് കാണാം. ഈ പ്രദേശത്തെ ആഗ്നേയ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായതാണ് ഐസ്ലാൻഡ്. അവിടെ ഇപ്പോഴും 100ഓളം സജീവ അഗ്നിപർവ്വതങ്ങൾ കാണാം. കൂടാതെ നിരവധി ഫ്യൂമാറോളുകളും ഗീസറുകളും. ഭൂമിക്കടിയിലെ ചൂട് കാരണം മാൻഡലിന്റെ മുകൾ ഭാഗത്ത് പാറകൾ പകുതി ഉരുകിയ രൂപത്തിലാകാനുള്ളത്. ചൂട് പുറത്തേക്ക് കളയുവാൻ ഇവിടെ താപസംഹന സെല്ലുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവ മാൻഡലിന്റെ മുകളിലെത്തി വശങ്ങളിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിലാണ് സമുദ്ര മധ്യവരമ്പുകൾ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ചില ഭാഗങ്ങളിൽ നിന്നും മാൻഡലിൽ നിന്നും ഉരുകിയ മാഗ്മ ഒരു ശിഖ പോലെ നേരെ മുകളിലേക്ക് ഉയരും. ഇതാണ് മാൻഡൽ ശിഖകൾ. ഇത് ഭൂവൽക്കത്തിനടിയിലെത്തുന്ന ഭാഗങ്ങളെയാണ് താപബിന്ദുക്കൾ എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൽ താപബിന്ദുവിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലെ പാറകൾ ഉരുകി മുകളിലേക്ക് ഉയരും. അങ്ങനെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ ഉരുകിയ മാഗ്മ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ആഗ്നേയ ദ്വീപായി തീരും. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹവായ് ദ്വീപ് സമൂഹം. താപബിന്ദു ഇപ്പോൾ ഹവായ് ദ്വീപിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അവിടെ സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട്. പടിഞ്ഞാട്ട് പോകുന്തോറും ദ്വീപുകളുടെ പഴക്കം കൂടി വരുന്നു. അവയിൽ സജീവ അഗ്നിപർവ്വതങ്ങളുമില്ല. അവയെല്ലാം ഹവായിയേക്കാൾ ചെറുതുമാണ്. കാരണം സമുദ്രത്തിലെ തിരമാലകൾ അവയെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. വൻകരകളുടെ സമീപമുള്ള ദ്വീപുകൾ വൻകര പിളർന്നുണ്ടായവയാണ്. ഇതിന്റെ ഉദാഹരണമാണ് മഡഗാസ്കർ. ആരോഗ്യ ക്യാമ്പ് നടത്തി. പുനക്കുന്നൂർ ദേശസേവനി ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ NS സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. NS ആശുപത്രി പ്രസിഡന്റ് P. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് S. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G. ശ്രീധരൻപിള്ള, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB. മുരളീകൃഷ്ണൻ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ, ലൈബ്രറി പ്രസിഡന്റ് K. ബിജു, സെക്രട്ടറി S. മണികണ്ഠൻപിള്ള, കമ്മിറ്റി അംഗങ്ങളായ C. ശശികുമാർ, K. മദനൻ, ഷാഗുൽ ഹമീദ്, രാമചന്ദ്രൻ പിള്ള എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. മുന്നറിയിപ്പ്. ഇന്ത്യൻ പീനൽ കോഡ് 233 പ്രകാരം ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുകയോ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായാൽ ആക്രമിയെ കൊല്ലാനുള്ള അവകാശം ആ പെൺകുട്ടിക്കുണ്ട്. കൊലപാതകത്തിന് കേസെടുക്കുകയില്ല. കഴിയാവുന്നിടത്തോളം ഇത് പങ്കിടുക.
രാത്രി വൈകി ഒരു ഉയർന്ന അപ്പാർട്ട്മെന്റിന്റെ ഒരു ലിഫ്റ്റിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു അപരിചിതനായ പുരുഷന്റെ കൂടെ തനിയെ പോകേണ്ടി വന്നാൽ ഒരു സ്ത്രീ എന്തു ചെയ്യണം? വിദഗ്ധർ പറയുന്നു, നിങ്ങൾ 13ാം നിലയിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വരെയുള്ള എല്ലാ നിലയുടെയും ബട്ടണുകളും അമർത്തുക. എല്ലാ നിലയിലും നിർത്തുന്ന ഒരു ലിഫ്റ്റിൽ നിങ്ങളെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല. നിങ്ങളുടെ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ഒരു അപരിചിതൻ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും? വിദഗ്ധർ പറയുന്നു, അടുക്കളയിലേക്ക് ഓടുക. മുളകുപൊടിയും മഞ്ഞളും കത്തികളും പ്ലേറ്റുകളും എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇവയെല്ലാം മാരകായുധങ്ങളാക്കാം. മറ്റൊന്നുമില്ലെങ്കിൽ പ്ലേറ്റുകളും പാത്രങ്ങളും എറിയാൻ ആരംഭിക്കുക. അവ തകരുന്ന ശബ്ദം, നിലവിളി ശബ്ദം ഒരു ഉപദ്രവകാരിയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഓർമ്മിക്കുക. പിടിക്കപ്പെടാൻ അയാൾ ആഗ്രഹിക്കുകയില്ല. രാത്രിയിൽ ഒരു ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എടുക്കൽ. വിദഗ്ധർ പറയുന്നു, രാത്രിയിൽ ഒരു ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കുടുംബത്തെയോ സുഹൃത്തിനെയോ വിളിക്കുക. ഡ്രൈവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദാംശങ്ങൾ കൈമാറുക. നിങ്ങളുടെ കോളിന് ആരും മറുപടി നൽകിയില്ലെങ്കിലും നിങ്ങളൊരു സംഭാഷണത്തിലാണെന്ന് നടിക്കുക. വാഹനത്തിന്റെയും തന്റെയും വിശദാംശങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഡ്രൈവർക്കപ്പോൾ മനസ്സിലാകും. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അയാൾ ഗുരുതരമായ കുഴപ്പത്തിലാകുമെന്ന് മനസ്സിലാക്കുന്ന ഡ്രൈവർ നിങ്ങളെ സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ബാധ്യസ്ഥനാണ്. ആക്രമിക്കാൻ സാധ്യതയുള്ള ആക്രമണകാരി ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനാണ്. ഡ്രൈവർ വഴിമാറിയാൽ നിങ്ങളൊരു അപകട മേഖലയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വിദഗ്ധർ പറയുന്നു, നിങ്ങളുടെ ബാഗിന്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവനെ പിന്നിലേക്ക് വലിക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾക്ക് ശ്വാസമുട്ടലും നിസ്സഹായതയും അനുഭവപ്പെടും. നിങ്ങൾക്കൊരു ബാഗ് ഇല്ലെങ്കിൽ ഷാൾ ഇല്ലെങ്കിലോ അയാളുടെ കോളർ പിടിച്ച് അവനെ പിന്നോട്ട് വലിക്കുക. അവന്റെ ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ അതേ തന്ത്രം തന്നെ ചെയ്യും. രാത്രിയിൽ നിങ്ങളെ അപരിചിതൻ പിന്തുടരുകയാണെങ്കിൽ വിദഗ്ധർ പറയുന്നു, ഒരു കടയിലോ വീടിലോ പ്രവേശിച്ച് നിങ്ങളുടെ പ്രതിസന്ധി വിശദീകരിക്കുക. രാത്രിയും കടകളും തുറന്നിട്ടില്ലെങ്കിൽ ഒരു ATM ബോക്സിനുള്ളിൽ പോവുക. ATM കേന്ദ്രങ്ങൾക്ക് എല്ലായ്പ്പോഴും ക്ലോസ് സർക്യൂട്ട് ടെലിവിഷനുണ്ട്. തിരിച്ചറിയൽ ഭയന്ന് ആരും നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല. എല്ലാത്തിനുമുപരി മാനസികമായി ജാഗരൂകരായിരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ ധൈര്യമാണ്. സാമൂഹികവും ധാർമ്മികവുമായ ലക്ഷ്യത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് ഷെയർ ചെയ്യുക എന്നതാണ്. ഹാൻഡ് ബാഗിൽ എപ്പോഴും ഒരു വിസിൽ സൂക്ഷിക്കുക. എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ വിസിൽ ഉപയോഗിച്ചാൽ ദൂരെയുള്ളവരുടെ ശ്രദ്ധ അവിടേക്ക് ലഭിക്കുകയും സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക്, ഭാര്യമാർക്ക്, പെൺ സുഹൃത്തുക്കൾക്കും കൈമാറുക. കേരള പോലീസ്. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ലൈല ക്രിയേഷൻസിന്റെ 8 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരേക്കും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.